വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്, ഈ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ഈറ്റിംഗ് ചലഞ്ചിലൂടെ തുടങ്ങാന്ന്. എഗ് റൈസ് ആണ് ഈറ്റിംഗ് ചലഞ്ചിലൂടെ വെക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ബാംഗ്ലൂർ പഠിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, ഒട്ടുമിക്ക എല്ലാവരും എഗ് റൈസ് ഒക്കെ എപ്പോഴും വാങ്ങി കഴിക്കാറുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എഗ് റൈസിന്റെ ഒരു ചലഞ്ച് വെക്കാന്ന് വിചാരിച്ചു. ടൈമർ ഉണ്ട്, ടൈമർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചലഞ്ച് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ല, ഇത് ഗായ്സ് നമ്മുടെ സ്റ്റാൻഡ് വെച്ചപ്പം പ്ലേറ്റ് കാണുന്നില്ല, സോ തറയിൽ വെച്ചാലും കാണില്ല. ഇതാണ് ഫുഡ്. ഞാൻ പറയാം ഇപ്പൊ പച്ചക്കറി ഇന്നെന്താ നീ ഒന്നും കയ്യിൽ വെച്ചായിരിക്കാം അല്ലേ? അല്ല, വലുത് എനിക്ക് വേണം, ഇതാ വലുത്. ഗായ്സ്, എഗ് റൈസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മലയാളികൾ ബാംഗ്ലൂർ വന്ന ഏറ്റവും കൂടുതൽ കഴിക്കുന്ന എഗ് റൈസ് ആയിരിക്കും എല്ലാവർക്കും. അതെ, വില കുറഞ്ഞ് കിട്ടുന്നത് എഗ് റൈസ്. എഗ് റൈസ് ആയിരിക്കും 50 രൂപ ഇഷ്ടം പോലെ കിട്ടും. സോ നമ്മൾ ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ എഗ് റൈസ് ആക്കിയത്. ജിനിയാണ് നമുക്ക് എഗ് റൈസ് എടുത്തു തരുന്നത്. ഇതാണ് എഗ് റൈസ്. ഒരു മത്സരമില്ലെങ്കിൽ എന്ത് രസം. എന്നോട് മത്സരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനുണ്ട്. നമസ്കാരം സാർ. ഗായ്സ്, നമുക്ക് ചട്നി ഒഴിക്കാം. മതിയോ? എരിവായിരിക്കും കേട്ടോ. നിനക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചതിന് നമ്മുടെ സാങ്കേതിക പിഴവുകൾ കാരണം നമുക്ക് നേരെ വെച്ച് കഴിക്കും. നമ്മുടെ സാങ്കേതിക പിഴവുകൾ കാരണം നമുക്ക് നേരെ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. സ്റ്റാൻഡ് ഉണ്ട് നമുക്ക്, പക്ഷെ പറ്റുന്നില്ല. സോ നമ്മൾ കയ്യിൽ വെച്ചായിരിക്കും കഴിക്കുന്നത്. ടൈമർ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും കേട്ടല്ലോ. ഗൈസ്, നമ്മൾ ടൈമർ വെക്കാൻ പോകും. 10 മിനിറ്റ് ആണ് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. എനിക്ക് തുടങ്ങാം. 10 മിനിറ്റിനുള്ളിൽ കഴിച്ചു കഴിയണം. പറയായിരിക്കും അങ്ങോട്ട്. വെള്ളമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കഴിക്കണ്ടേ? ജിനി ഇവിടെ നിന്ന് ചോദിക്കുന്നു ഗൈസ്, ബാക്കിലൊക്കെ വെച്ചേക്കില്ലേ കേൾക്കുന്നുണ്ടോ? അഞ്ച് ആക്ച്വലി നമ്മൾ നൈറ്റ് വെക്കാനിരുന്നത്. പിന്നെ ഫോൺ സബ്മിഷൻ ഉണ്ട് ഞങ്ങൾക്ക് 6:30. അതുപോലെ നമ്മൾ 5 മണിയാക്കി. സോ നമുക്ക് നൈറ്റ് വിശക്കുമായിരിക്കും. 8 മിനിറ്റ് ആണ് ഇത്. 2 മിനിറ്റ് കഴിഞ്ഞോ? എന്റെ ഫ്രൈഡ് റൈസിന്റെ ആള് വിളിക്കാം, അപ്പൊ ഇത് കട്ടാവും. അയ്യോ, 7:33 10 മിനിറ്റ് പെട്ടെന്ന് രാഷ്ട്രീയ പോരാട്ടത്തിൽ അഖില ആൻഡ് അരിപ്പി കല്യാണത്തിന് പോയിരുന്ന തിന്നുന്നത് മിണ്ടാതിരുന്ന് തിന്നുവാ. അരിപ്പി മിണ്ടല്ലേ? ഞാൻ തിന്നട്ടെ? ഇല്ല, വേഗം ഇങ്ങോട്ട് മാറി തിന്നടി. പോരാട്ടത്തിൽ ആരാണ് ജയിക്കുന്നത് നമുക്ക് നോക്കണ്ട. പകുതിയോളം അഖിലയുടെ കഴിഞ്ഞിരിക്കുന്നു. അരിപ്പിയുടെ പകുതി അഖില വാശിയേറിയ പോരാട്ടത്തിൽ. എന്റെ കൊണ്ട് ഇച്ചിരി അവരറിയാതെ ഇച്ചിരി ഏറെ ഇട്ടു. നമുക്ക് ഇത് ടൈം കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കൂടെ കൊടുക്കാം. വേണ്ട കൊടുക്കണ്ട. ഓക്കെ. അഖില വാശിയേറിയ പോരാട്ടത്തെയാണ്. ഞാൻ സമ്മതിക്കത്തില്ല. വാശിയേറിയ പോരാട്ടം. 10 മിനിറ്റ് തിന്നുന്ന കഴിഞ്ഞാ
ഇതാ അഖിലാണ്ട് പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. ഹരിപ്രിയ തുടങ്ങിയിരിക്കുന്നു. വാശിയുടെ പോരാട്ടത്തിൽ ചിക്കൻ ഉള്ളി 10 മിനിറ്റ് ഇനി 5 മിനിറ്റ്. ചത്തോ വെള്ളം തണുക്കുന്ന വന്നില്ലായിരുന്നു ഞാൻ. അറിയത്തില്ല. മിക്കവാറും ഇത് 1 മില്യൺ അല്ലേ 2 മില്യൺ അടിക്കും. ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒരു ശകലം സമയം കൂടെ കൊടുക്കാൻ. കൊടുക്കാം, നമുക്ക് നോക്കാം. ആരാണ് മുന്നിൽ നിൽക്കുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം, കൊടുക്കാം. അഖില നേരത്തെ പറഞ്ഞു ഞാൻ ജയിക്കും. അഖില നേരത്തെ പറഞ്ഞു വാശിയേറെ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അരിക്കാണ്ട് ചവയ്ക്കാൻ പോലുള്ള സമയം കിട്ടുന്നത് അത് കഴിഞ്ഞു. 5 മിനിറ്റ് 4 മിനിറ്റ് ആയി. അയ്യോ താടിപ്പേ. അങ്ങനെ വാശിയുടെ പോരാട്ടത്തിൽ ഇവർ രണ്ടുപേരും തോറ്റിരിക്കുകയാണ് guys. ഒരു 10 മിനിറ്റ് മനസ്സിലായി. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ജോസ് കഴി 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? അതെ, ജയിച്ചേനെ. അഖിലക്ക് പറ്റും. അരിപ്പാടത്തിൽ അരിപ്പട കഴിഞ്ഞിരിക്കുന്നു. അരിപ്പി കുറച്ച് പ്ലേറ്റ് കുറച്ച് ബുക്ക് അല്ലെങ്കിൽ ചോറ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇടരിപ്പി. അത് തീർന്നിരിക്കുന്നു. അരിപ്പട രണ്ട് വലിയ അഖില അരിപ്പി. നീ തിന്ന് അഖില അങ്ങോട്ട്. അഖില അരിപ്പി തീരാറായി. അരിപ്പി വെറും 3 പാ. എടി 1 മിനിറ്റ് ഇല്ല ഇനി തികച്ച്. ഗായ്സ് എന്നെ പ്രോത്സാഹിപ്പിക്കണം ആരെങ്കിലും. ഗായ്സ് നിങ്ങൾ കമന്റിൽ കൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. I have a fake friend. വെറുതെയാണ് ഗൈസ്. ഇനി 1 മിനിറ്റ് കൂടെ ഉള്ള 1 മിനിറ്റ്. അങ്ങോട്ട് തിന്ന അഖില വാ തുറക്ക. അരിപ്പിക്ക് ഒരു വായും കൂടെ അതും കൂടെ പിടിക്കടി. എടി അവിടെ വായിലോട്ട് നോക്കിയിരിക്കാതെ കഴിഞ്ഞു. ഒരു മിനിറ്റ് ഇല്ല ഇനി. 10 മിനിറ്റിനുള്ളിൽ തീർത്തിരിക്കുന്നു നമ്മുടെ ഒരു ചിക്കൻ പീസ് നീ അങ്ങ് തിന്ന അരിപ്പി. അല്ലാണ്ട് അങ്ങ് തിന്നെ കടിച്ചു പറക്കി സമയം അരിപ്പി. എടി തിന്നടി. ഇനി ഉണ്ടടി സമയം. വെള്ളം വേണം. ഇല്ല വെള്ളം ഇല്ല. ഉളുപ്പുണ്ടോടാ നിനക്ക്? എടാ ഉള്ളവന്റെ വീട്ടിൽ പോയി തിന്നടാ. ഇവിടെ ഒന്നും ഇല്ലെന്ന് നിനക്ക് അറിയത്തില്ല. ഇല്ല ഇനി സെക്കൻഡുകളുണ്ട്. ഒന്ന് കഴിഞ്ഞേ. അവളുടെ പ്ലേറ്റ് കാണിക്കും. എന്റെ പ്ലേറ്റ് കാണിക്കും. അപ്പൊ ഈ ചലഞ്ചില് ഞാനാണ് വിന്നർ ആയിരിക്കുന്നത്. അപ്പൊ അഖില എനിക്കൊരു മനസ്സ് കാണിച്ചെടുക്കാൻ ജയിച്ചില്ല. ഇപ്പൊ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല, കൊടുക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എന്റെ പ്ലേറ്റ് ക്ലീൻ ആൻഡ് നീറ്റ് ആയി ഗൈസ്. ഇവളുടെ പ്ലേറ്റ് നോക്കാം. ഫുള്ള് ചോറ് അവിടെ ഇവിടെ ഒക്കെ. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പൊ ഇനി സപ്പോർട്ട് വേണം. ഞങ്ങൾ തുടർച്ചയായിട്ട് ഈറ്റിംഗ് ചലഞ്ചുകൾ ഇടുന്നതായിരിക്കും.